പുരോഹിതന്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനൊന്നും പറ്റൂല. അച്ഛനൊരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അതായത് വെല്ലുവിളി, ഞാൻ അവിടെ കേസിന്റെ കാര്യം അറിയോ, ഇവിടെ കേസിന്റെ കാര്യം, ആ കേസ് എന്താണെന്ന് പറയല്ലേ വേണ്ടത്. അതായത് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇവരെങ്ങനെയാണ് ഒതുക്കി തീർത്തത്, അതുപോലെ തന്നെ എന്താണ് മാരകമായിട്ടുള്ള കേസുകൾ, സുധിയുടെ മോന് നിയമത്തിന്റെ മുന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ? വിഷയം കിച്ചു സുധി, രേണു സുധി, ശാരിക, ബിഷപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ശാരികയിലേക്ക് തന്നെ ആദ്യം വരാം. ശാരിക ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ശാരികയോട് പറയാനുള്ളത്, രേണു സുധിയെ ആദ്യം തന്നെ കുറച്ചൊക്കെ നാറ്റിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരിക തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റൂല. ഏതോ ഒരു ഫ്ലോറിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ രേണു സുധിയെ വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാറ്റിച്ചത് ശാരിക എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസ് താരം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, നീ അവളുടെ പങ്ക് പറ്റിയിട്ടില്ലേ, സബ്സ്ക്രിപ്ഷന്റെ പങ്ക് പറ്റിയിട്ടില്ലേ എന്നൊക്കെ ശാരിക ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ കിച്ചു സുധി എന്താണ് പറഞ്ഞത് എന്ന് ശാരികയ്ക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കിച്ചു സുധി എന്താണ് പറഞ്ഞത്, രേണു സുധി എന്താണ് പറഞ്ഞത്, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ട് എന്ന് കിച്ചുവിനെ അറിയിക്കുന്നു. അപ്പോൾ ഗുഡ്, ഈ ഗുഡിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2-3 അർത്ഥങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊള്ളാം, നല്ലത്, ഗുഡ്, ഇനി ഇതും കൂടിയേ ഉള്ളൂ എന്നുള്ള ഒരു അർത്ഥവും കൂടി ഉണ്ട്. ആ ഒരു അർത്ഥത്തിലായിരിക്കാം ആ ഒരു പയ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ്റെ പൈസ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ വീതിയും കിട്ടണേ എന്ന് പറഞ്ഞത്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയും കിച്ചു സുധിയൊക്കെ നല്ല ബന്ധത്തിലാണ്. അതായത് അപ്പോഴൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി ഇതുപോലെ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാലോ, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഹിറ്റാക്കിയത് രേണു തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് രേണു തുടങ്ങിയതിൽ പിന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർക്ക് മനസ്സിലായത്. ഇതിനായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി രേണു സുധി ഇവിടെ ഹിറ്റാക്കുന്നു. രേണു സുധിയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് ചുരണ്ടിക്കൊണ്ട് വരുന്നു. അങ്ങനെയാണ് അൻസിക ചെയ്യുന്ന കാര്യങ്ങളും രേണു സുധി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് വേറൊരു ടീം, അതായത് ഏതൊരു എന്താ പറയുക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിച്ച ഏതൊരു ടീമുണ്ടല്ലോ, ആ ടീമിൻ്റെ ഒക്കെ വരാൻ തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ ഇത് ഉണ്ടായിരുന്നു. അതായത് രാത്രി ലൈവിൽ വന്നിട്ട് സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര പ്രചാരത്തിലില്ല. ഏതായാലും രേണു സുധി ഇത് തുടങ്ങുന്നത്, അതോട് കൂടിയിട്ട് ഇത് ഹിറ്റാകുന്നത്, അവർക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ കിച്ചു സുധിക്ക് ഇത് മനസ്സിലായത്, ഇവർ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലാണ്. ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുണ്ട് പൊട്ടിയത് കൊണ്ടാണ് അവരങ്ങനെ കാണിച്ചത് എന്നൊക്കെ, അത് കണ്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു കാര്യം അതേ പറയാം, അതായത് എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് വിളിച്ച് നടന്നതല്ലേ. അങ്ങനെ പറയുമ്പോൾ ഇനി ഋതപ്പം വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കേണ്ട ഒരു അധികാരം അവനുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നിന്റെ പേരിലുള്ള ആ കേസ് എടുത്ത് വെളിയിലിടും, അല്ലെങ്കിൽ നിന്റെ പേരിലുള്ള ആ ഇതെടുത്ത് വെളിയിലിടും, അല്ലെങ്കിൽ നിന്റെ പേരിലുള്ള മറ്റേതെടുത്ത് വെളിയിലിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമേ അല്ല, വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ ശാരികയൊക്കെ വന്നിട്ട് അതിനെതിരെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രേണു സുധിയുടെ അസുഖം മാറുക, അവർ വരട്ടെ, അവർ ഫീൽഡിലേക്ക് വരട്ടെ, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയും അതുപോലെ തന്നെ മാനസികപരമായിട്ട് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ആ മാനസികപരമായിട്ട് തന്നെ വലിയ ഒരു പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു രോഗത്തെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ ചെറുക്കൻ പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫോൺ ചെയ്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ പൈസ കൊടുത്തിട്ടുണ്ടാകും, പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, അതൊന്നും ഒരു കുഴപ്പവുമല്ല. പിന്നെ വേറെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് തന്നെ എടുത്തു കൊടുത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് കൊല്ലം സുധിയുടെ മക്കളും ഭാര്യയും അവിടെ വാടക വീട്ടിൽ കിടക്കുമ്പോഴാണ് ആ വീട് അവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കും, പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കന് നല്ല അധികാരമുണ്ട്, അല്ലാതെ എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്കുള്ള വീടൊന്നുമല്ല. പിന്നെ രേണു സുധിയുടെ മാതാപിതാക്കൾ ഇതിനു മുന്നേ എവിടെയാണ് താമസിച്ചത് എന്നുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ വരാം. അതേതായാലും അവരുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഒരു പ്രാവശ്യം ആ ചെറുക്കൻ പോയപ്പോൾ അവനുള്ള ഒരു റൂം പോലും അവിടെ ഇല്ല. അതുമാത്രവുമല്ല, ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സുധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അയാൾക്ക് കിട്ടിയ വീട്ടിൽ നിന്നും അയാൾക്കുള്ള ഒരു അവാർഡിൻ്റെ ഫലകങ്ങൾ പോലും വെക്കാതെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കിൽ കെട്ടി വെച്ചതൊക്കെ രേണുവിന് നല്ല നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സുധി എന്ന് പറയുന്ന ആ മകൻ, ആ സുധീൻ്റെ മകന് അവന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും.
അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലൂടെ ഇങ്ങനെ ആൾക്കാരൊക്കെ പോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവന് നല്ല വിഷമമുണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ സുധിയുടെ സാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി അവിടെ നടത്തിയിരുന്നു. ആ പരിപാടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ പെരേര ഗിരേരനെ പോലെ കുറേ ആൾക്കാർ പോയി അവിടെ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. എന്തൊക്കെ കോലാഹലങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശരിയാണ്, അച്ഛൻ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അസുഖമാണെന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ പോയിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ ഒരു വലിയ പുണ്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരു ബിഷപ്പ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ കൃത്യമായിട്ട് ചെയ്തു. അതായത് അവർക്കൊരു തെറ്റ് പറ്റിയെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നപ്പോൾ അവർക്ക് മാപ്പ് കൊടുത്തു. അങ്ങേരെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അച്ഛനെ കാണുകയും ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴെന്ന് പറഞ്ഞാൽ വെളിയിലൊരാൾ നിൽപ്പുണ്ട്. ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം കൊടുത്താൽ മാത്രം പോരല്ലോ, വീടെടുക്കണ്ടേ. ആ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയുണ്ട്, ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാളുമായിട്ടുള്ള കോൺടാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, വഷളായി കിടക്കുകയാണ്. എന്നാൽ അയാളെ വിളിച്ചിട്ടും കൂടി ഒരു മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു സോറി എങ്കിലും പറയാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊന്നും ഇനിയിപ്പോഴും എല്ലാവരും കൂടിയിട്ട് നീ ആരടാ ഫിറോസിൻ്റെ ഭാഗത്താണോ എന്നൊന്നും പറഞ്ഞിട്ട് ആരും വരണ്ട. പക്ഷേ അവിടെ ഒരു തെറ്റ് രേണുവിന് സംഭവിച്ചിട്ടുണ്ട്, അതുകൂടി പറയാമായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ കിച്ചു സുധി എന്ന് പറയുന്ന ആ ഒരു മകന് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴേ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ആ ചെറുക്കൻ തന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞാൻ എന്തിനൊക്കെയോ അടിമയായിരുന്നു, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണ്. കാര്യം അത് ശരിയാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സന്തോഷമോ അല്ലെങ്കിൽ ഈ സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് സുധി പറയുന്നതോ അല്ലെങ്കിൽ രേണു പറയുന്നതോ ഒന്നുമല്ല സത്യം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാവനയിൽ കുറച്ച് പറയുന്നതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. 1.5 വയസ്സിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ ഇട്ടേച്ച് പോകുന്നത്, പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവനറിയാം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മ ജീവൻ കൊടുക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവനെ പോറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവന് വൈരാഗ്യം ഉണ്ടാകും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവന് പെറ്റ അമ്മയോടൊരു സ്നേഹമുണ്ടാകും. അത് ആർക്കായാലും ഉണ്ടാകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകും. പിന്നെ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് പൂർണ്ണമായിട്ടും ആ ചെറുക്കൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി, അതൊരു വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം ഉണ്ടാകും. അത് ഇല്ലാതാക്കാൻ പറ്റൂല. പിന്നെന്ന് പറഞ്ഞാൽ ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ട്രോമ, അതായത് സുധിക്ക് ഈ ചെറുക്കൻ പിന്നീട് ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ടാകും എപ്പോഴെങ്കിലും. സുധി ഇപ്പോഴും പറയുന്നത് എന്താ, എനിക്കൊരു ബാധ്യതയുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിലാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചെറുക്കൻ എനിക്കൊരു കുരിശായല്ലോ, അല്ലെങ്കിൽ ഈ ചെറുക്കൻ ഇങ്ങനെ ആയല്ലോ എന്നുള്ള തരത്തിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ തട്ടിക്കളിച്ചിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറുപ്പകാലങ്ങളിൽ ഒരു മൈൻഡും ആക്കാത്ത ചില ബന്ധുക്കളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, ആ പയ്യൻ വളർന്നു അല്ലെങ്കിൽ അവൻ കാശൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവനും കുറേ ആരാധകരുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ട് എന്ന് അറിയണമെങ്കിൽ ഒരു ലോട്ടറി അടിച്ചാൽ മതി. അപ്പോൾ ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, അതായത് ബന്ധുക്കൾ എത്രയുണ്ട്, എത്ര ബന്ധുക്കളെ നമ്മളെ തേടി വരുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി പണം കണ്ടുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കന് രേണുവിൻ്റെ അടുത്ത് നിന്നായാലും അതുപോലെ തന്നെ സുധിയുടെ വീട്ടിൽ നിന്നായാലും ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. അതൊരു വലിയ ട്രോമ തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി. അത് മാത്രവുമല്ല, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ മരിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അതുമാത്രവുമല്ല, അത് കഴിഞ്ഞിട്ട് ഋതപ്പൻ ജനിച്ചപ്പോഴേ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അവന് പോകുന്നത് കാണുമ്പോഴേ ആരുമില്ലാത്ത ഈ കുഞ്ഞിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതായത് അവനെന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ 22 വയസ്സല്ല, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ ഈ അനാഥത്വം പേറിയിട്ട് അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് അവനൊരു മനുഷ്യനായത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവനൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾ മാത്രമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ ഒരു 10 13 വയസ്സുള്ളപ്പോഴായിരിക്കാം ഋതപ്പൻ ജനിക്കുന്നത്. അപ്പം അങ്ങനെ ജനിക്കുമ്പോൾ ആ സ്നേഹം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ സ്നേഹം മുഴുവൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയുണ്ട്. അതുമാത്രവുമല്ല, ഈ അച്ഛനെ പറ്റിയിട്ടുള്ള കുറ്റം പറയൽ നല്ല രീതിയിൽ നടത്തുന്നുണ്ടാവും ഇവരെല്ലാം. അതൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ തന്നെയാണ്. അതായത് ഇവൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, ഇവൻ്റെ അച്ഛൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചിലപ്പോൾ രേണുവിൻ്റെ വീട്ടുകാരും അവരെല്ലാവരും നല്ല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നത് ഈ പയ്യൻ മാത്രമാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങളും അവന് ഒരുപാട് ഇതുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ഫാദർ വന്ന് പറയുകയാണ്,
അതായത് നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെളിയിലിടും. ആ പോലീസ് സ്റ്റേഷനിൽ നടന്നറിയോ, ഈ പോലീസ് സ്റ്റേഷനിൽ നടന്നറിയോ, ഇതെന്താണ് നടന്നതെന്ന് പറ. അതായത് രേണു തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും തൊടാതെ നീ എൻ്റെ ഋതപ്പൻ്റെ ഏട്ടനായി പോയി, പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, കുടുംബം തകരുന്ന, നിന്റെ ജീവിതം തകരുന്ന കാര്യങ്ങൾ, ഇതെന്താണെന്ന് പറയരുതാ. എന്താണെന്ന് പറയാതെ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, ഇവരെന്തൊക്കെയാണ് ഉള്ളിൽ വെച്ച് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ പയ്യനും മനസ്സിലായിട്ടില്ല, ഇവരെന്താണ് പറയുന്നതെന്ന് ആ പയ്യനും മനസ്സിലായിട്ടില്ല. അത് തന്നെ ഏറ്റുപിടിക്കുകയാണ് നമ്മുടെ അച്ഛനും. അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചെറുക്കനെ വിളിച്ചിട്ടൊരു ഉപദേശം നൽകാം. അതായത് മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കൻ ഒരു ഉപദേശം നൽകുന്നതിന് പകരം അവനെ എന്തോ തല്ലുന്നോ അല്ലെങ്കിൽ പിടിക്കുന്നോ, പിന്നെന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ച് ഉള്ളിലിടുന്നോ ഒരു ഭീഷണിയാണെന്ന്. അച്ഛനോടൊരു കാര്യം പറയാനുള്ളത്, ആ ഭീഷണി തന്നെ രേണുവിന് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക കമൻറ്റ് ബോക്സ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, അച്ഛനെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ കമൻറ്റ് ബോക്സ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ പോലും അച്ഛൻ്റെ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശാരിക എന്ന് പറയുന്ന സ്ത്രീ അവരും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ രേണുവിന് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ രേണുവിനെ അംഗീത ഒന്നുമല്ല. ഒരു തരം പ്രഹസനം, നാലാൾ കാണാൻ വേണ്ടിയില്ല ഒരു പ്രഹസനം. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രേണുവിൻ്റെ കൂടെ കൂടിയവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ എന്താ പറയേണ്ടത് വ്യൂസിനും കാര്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ രേണുവ് നന്നാകണമെന്നോ, ഇനിയിപ്പോൾ രേണുവിനെ നല്ലത് പറഞ്ഞിട്ട് ഇപ്പുറത്തിരുന്നിട്ട് ചിലപ്പോൾ കുറ്റം പറയുന്ന ടീമായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല പറയും രേണുവിനെ പറ്റിയിട്ട്, രേണു അങ്ങനെയാണ്, രേണു ഇങ്ങനെയാണ് എന്നൊക്കെ പറയും രേണുവിൻ്റെ ഇതുവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് പറയാം, വളരെ രോഗം കണ്ടില്ല, ആ രോഗം വെച്ച് അവൾ കാശുണ്ടാക്കുന്നതാണ്. ആ രോഗം കണ്ട് രോഗം വിറ്റിട്ട് അവൾ എന്തൊക്കെ കളിക്കുന്നത്, എന്തൊക്കെ ആക്ഷനാണ് കളിക്കുന്നത്. ഇപ്പോഴിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല. ഈ പുറത്ത് കാണിക്കാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ചെറുക്കൻ്റെ കയ്യിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവൻ്റെ പ്രായം നമ്മൾ നോക്കണം, 10-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ കടന്നു വന്ന വഴികൾ, അപ്പോൾ ഈ അച്ഛനൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ 10-18 വയസ്സേ ഉണ്ടാവുള്ളൂ. അവനെ നിയന്ത്രിക്കാൻ ആളുണ്ടാവില്ല, അവന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വഴുതിയിട്ട് പോകുന്നില്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ പല ഇതിലൂടെ കടന്നു വരുമ്പോഴേ അവനെ ചിലപ്പോൾ ഉപദേശിക്കാൻ ഈ അച്ഛൻ എന്ന് പറയുന്ന ആളുണ്ടാവില്ല. കാരണം എന്താ, ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഈ രണ്ടാനമ്മ എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ എന്താ പറയുക ഈ ചെറുക്കനോട് മിണ്ടുന്നതിന് വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതങ്ങനെയാണ്. നമ്മളിനി എന്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫേമസ് ആകുന്നതിന് മുന്നേ തന്നെ ഒരാളുണ്ടായിരുന്നു. അപ്പം അയാളുടെ ജീവിതത്തിൽ ഈ രേണു സുധിയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ ആ പയ്യനെ കൊണ്ട് കഴിയില്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഓർമ്മയിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അതൊന്നും ഇപ്പം അവന് തുറന്നു പറയാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അതായത് ഒരു 10-14 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ വേറെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ അനുഭവിച്ച ഓരോ മനുഷ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, അതായത് അങ്ങനെ ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ ഇങ്ങനെ ഇത് ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പരിപാടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവൻ എന്തെങ്കിലും മിണ്ടുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല, ഇവൻ ചോദിക്കുന്ന പൈസയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വാങ്ങിയതാണോ അതൊന്നും നമുക്കറിയില്ല. അതായത് എന്നിട്ട് നാടകം, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നാടകം കളിക്കുന്നൊന്നുമല്ല, അവൻ്റെ മനസ്സെന്ന് തന്നെയാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അതായത് ഞാനും അമ്മയും തമ്മിൽ തെറ്റാനുള്ള ഒരു കാരണം നാക്ക് നീട്ടിയ വീഡിയോ ആണ്. അപ്പോഴാണ് ശാരിക വന്ന് പറയുന്നത് അത് നാക്ക് പൊട്ടിയിട്ടാണ് എന്നൊക്കെ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ നമ്മൾ വിശദീകരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോഴെന്താ വേണ്ടത് വെച്ചാൽ ഈ മൊബൈൽ ആദ്യം കയ്യിൽ നിന്നും താഴെ വെച്ച് വെല്ലുവിളിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയാക്കുക. ഇപ്പം കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ പോയി എന്ന് കരുതിയിട്ട് അവർക്കൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല. ഞാൻ പറഞ്ഞല്ലോ, അവന് ഇഷ്ടമുണ്ടെങ്കിൽ പോട്ടെ. അവൻ പറഞ്ഞല്ലോ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. അത് ശരിയല്ല, അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അവരെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി നോക്കേണ്ടതാണ്. അതായത് അതിൻ്റെ ചുമതല അവനുണ്ട്. കാരണം എന്താ, അവന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തതും ഇനി ദേഷ്യത്തോടു കൂടിയായിട്ടാണെങ്കിലും അവന് ആഹാരം വെളുപ്പി കൊടുത്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രേണുസുധി തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ അവന് പോകേണ്ട ഒരു അധികാരമുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം, അതുമാത്രവുമല്ല അതിന് മുന്നേ
രേണു പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ആ പയ്യനെ അങ്ങ് എടുത്ത് എന്താ പറയുക അലക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത പോലെയാണ്. പക്ഷെ അവനെ സപ്പോർട്ട് കൂടുക ചെയ്തത്. ഇപ്പം ഈ അച്ഛൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം അവന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. കാരണം ഒരു പുരോഹിതന്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനൊന്നും പറ്റൂല. അച്ഛനൊരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അതായത് വെല്ലുവിളി, ഞാൻ അവിടെ കേസിന്റെ കാര്യം അറിയോ, ഇവിടെ കേസിന്റെ കാര്യം, ആ കേസ് എന്താണെന്ന് പറയല്ലേ വേണ്ടത്. അതായത് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇവരെങ്ങനെയാണ് ഒതുക്കി തീർത്തത്, അതുപോലെ തന്നെ എന്താണ് മാരകമായിട്ടുള്ള കേസുകൾ. സുധിയുടെ മോന് നിയമത്തിന്റെ മുന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ? സുധിയുടെ മോനായാലും ആരായി കഴിഞ്ഞാലും നിയമത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരല്ലേ. അപ്പൊ അച്ഛൻ അങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒതുക്കി തീർക്കലല്ലേ. അങ്ങനെ ഒതുക്കി തീർത്ത കേസ് എന്താണെന്ന് ജനങ്ങൾക്കറിയേണ്ട താല്പര്യമുണ്ട്. ജനങ്ങൾക്കറിയണം, അതാണ് പറയുന്നത്. ഒരു പുരോഹിതൻ ഒരിക്കലും ഇത് മറച്ചു വെക്കാൻ പാടില്ല. അത്രമാത്രം ക്രൂരമായ തെറ്റാണെങ്കിൽ അവൻ എന്താണ് ചെയ്തത്? അവൻ എല്ലാവരും പറയുന്ന അവൻ്റെ ജീവിതം തകരും, അല്ലെ ഇത് തകരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസ് എന്താണ്? അത് ജനങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അത് നിർബന്ധമാണ്. അത് ചോദിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞനം കുത്തുന്ന രീതി ശരിയല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരികയോട് പറയാനുള്ളത് അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. ഇതിവിടെ തീരുന്നൊന്നുമില്ല. നന്ദി, നമസ്കാരം.